സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് 1000 കോടി കൂടി കണ്ടെത്താൻ സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം. 2000 കോടിക്ക് പുറമെയാണ് ഈ 1000 കോടി രൂപ കൂടി നൽകാൻ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് തുടർച്ചയായി മുടങ്ങിയതോടെയാണ് പെൻഷൻ വിതരണം സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. സഹകരണ സംഘങ്ങളിലെ കോടിക്കണക്കിന് വരുന്ന നിക്ഷേപങ്ങളിൽ കണ്ണുവച്ചായിരുന്നു സർക്കാരിന്റെ നീക്കം. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സഹകരണ സംഘങ്ങളെ പിഴിഞ്ഞാണ് ഇതുവരെ ധനവകുപ്പ് മുന്നോട്ടു പോയതും. എന്നാൽ നൽകിയ പണം തിരികെ ലഭിക്കാതായതോടെ സഹകരണ സംഘങ്ങൾ പ്രതിസന്ധിയിലായി. ഇതോടെ CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ പോലും കൺസോർഷ്യത്തോടുള്ള സഹകരണം കുറച്ചു. നിലവിൽ 1500 കോടിക്കടുത്താണ് സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ നൽകാനുള്ളത്. ഇതിനിടെയാണ് വീണ്ടും സഹകരണ സംഘങ്ങളുടെ മേൽ ബാധ്യത അടിച്ചേൽപ്പിക്കാനുള്ള സർക്കാർ നീക്കം. നേരത്തെ നിർദ്ദേശിച്ച 2000 കോടിക്ക് പുറമെ 1000 കോടി കൂടി ഉടൻ നൽകണമെന്ന് സർക്കാർ സഹകരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനാണ് പണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെ 3000 കോടി സഹകരണ സംഘങ്ങൾ നൽകേണ്ടി വരും. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയില്ലെന്ന നിയമസഭയിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. പിന്നെ എന്തിനാണ് വീണ്ടും സഹകരണ സംഘങ്ങളെ പിഴിയുന്നതെന്ന ചോദ്യം ശക്തമാണ്. മാത്രമല്ല, ക്ഷേമ പെൻഷൻ നൽകാൻ 2 വർഷം മുൻപ് ഏർപ്പെടുത്തിയ ഇന്ധന സെസ് ഇതുവരെ പിൻവലിച്ചിട്ടുമില്ല. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.